ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കുക്കറിൽ 2 വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. സവാള, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് വേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര് സ്മൂത്താകാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മളിഷ്ടം പോലെ ചെയ്യുക. ജസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ കുക്കാവണമെന്നില്ല, അത്യാവശ്യം ഒരു ചെറിയ രീതിക്ക് കുക്കായാൽ മാത്രം മതി. ഞാനിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള നമുക്ക് മസാലകളും ഇതൊക്കെ മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് പാനിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത്, സവാളക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആദ്യം സവാള ഇട്ടു, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ഇടുന്നുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം, ഇത് ഓപ്ഷണലാണ്, ഞാനിതിലേക്ക് കുറച്ച് ചില്ലി സോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും കുറച്ച് മയോനീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട നല്ലോണം കുക്കാവാതെ അതിന് മുന്നേ തന്നെ നല്ലോണം ആ മസാലയ്ക്ക് മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ആ മുട്ട നന്നായിട്ട് മസാലയിൽ മിക്സ് ആയതിന് ശേഷം നമുക്ക് ആദ്യം കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇടുക. പിന്നെ നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള മക്രോണി വേവിച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ആ മക്രോണീൻ്റെ ഹോൾസിലൊക്കെ അത് കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ടുള്ള നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.